ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, മറിയം സഹരക്ഷക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മറിയത്തിൻ്റെ സ്ഥാനപ്പേരായി സഹരക്ഷക എന്ന പദം ഉപയോഗിക്കുന്നത് വത്തിക്കാൻ നിരോധിച്ചു. ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൽ മറിയത്തിൻ്റെ പങ്കാളിത്തത്തെ വിവരിക്കുന്നതിന് സഹരക്ഷക എന്ന പദവി ഉചിതമായ മാർഗമല്ലെന്ന് വത്തിക്കാൻ്റെ ഓഫീസ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രസ്താവിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തരായ ജനങ്ങളുടെ അമ്മ എന്ന പുസ്തകത്തിൽ വിശ്വാസ സിദ്ധാന്തത്തിനായുള്ള ഡിക്കാസ്റ്ററി അഥവാ DDF പറയുന്നത്, ശരിയായ അർത്ഥം നിലനിർത്താൻ ഒരു പദപ്രയോഗത്തിന് ഇടയ്ക്കിടെ വിശദീകരണം ആവശ്യമായി വരുമ്പോൾ അത് സഹായകരമല്ലാതായി മാറുന്നു എന്നാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടെടുപ്പ് എന്ന പദപ്രയോഗം മറിയത്തെ വീണ്ടെടുപ്പിൻ്റെയും കൃപയുടെയും പ്രവർത്തനത്തിലെ പ്രഥമവും പ്രധാനവുമായ സഹകാരിയായി പുകഴ്ത്തുവാൻ സഹായിക്കുന്നില്ല. കാരണം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ പങ്കിനെ മറികടക്കാനുള്ള സാധ്യത വഹിക്കുന്നു. നവംബർ 4 പുറത്തിറങ്ങിയ ഉപദേശക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ പ്രസ്താവനയിൽ മുൻപ് DDF പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിടുകയും ആയുധരേഖയെ ഒക്ടോബർ 7 ലിയോ 14 മാർപ്പാപ്പ അംഗീകാരം നൽകുകയും ചെയ്തതാണ്. മനുഷ്യ രക്ഷയ്ക്കുള്ള മറിയത്തിൻ്റെ സംഭാവന, പ്രത്യേകിച്ച് കോ റിഡംപെട്രിക്സ് അഥവാ കോ റിഡീമർ എന്ന പദവി പതിറ്റാണ്ടുകളായി ദൈവശാസ്ത്രപരമായ ചർച്ചാ വിഷയമാണ്. വീണ്ടെടുപ്പിൽ മറിയത്തിൻ്റെ പങ്ക് ഒരു സിദ്ധാന്തമായി പ്രഖ്യാപിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു. എന്നാൽ സഭ പറയുന്നത് അത് മറിയത്തിൻ്റെ പ്രാധാന്യത്തെ പെരുപ്പിച്ചു കാണിക്കുകയും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള ഐക്യത്തിനുള്ള ശ്രമങ്ങളെ തകർക്കുകയും ചെയ്യുമെന്നാണ്. പുറത്തിറക്കിയ പ്രസ്താവനയുടെ ആമുഖത്തിൽ മരിയൻ ഭക്തിയെയും ചില മരിയൻ പദവികളെയും കുറിച്ച് സമീപകാലങ്ങളിൽ ഡിക്കാസ്റ്ററിക്ക് ലഭിച്ച ചോദ്യങ്ങൾക്ക് ഈ രേഖ മറുപടി നൽകുന്നുവെന്നും ഏതൊക്കെയാണ് സ്വീകാര്യം എന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും കർദിനാൾ ഫെർണാണ്ടസ് കുറിച്ചു. ജനപ്രിയ ഭക്തിയുടെ അതേ സ്വഭാവ സവിശേഷതകൾ പങ്കിടാത്ത ചില മരിയൻ പ്രതിഫലന ഗ്രൂപ്പുകൾ, പ്രസിദ്ധീകരണങ്ങൾ, പുതിയ ആരാധനകൾ, മരിയൻ കേന്ദ്രങ്ങൾ, മരിയൻ സിദ്ധാന്തങ്ങൾക്കായുള്ള അഭ്യർത്ഥനകൾ ഇവയൊക്കെ നാം നിരാകരിക്കേണ്ടതാണ്. കർദിനാൾ തുടർന്ന് പറയുകയാണ്, സോഷ്യൽ മീഡിയയിലൂടെ തീവ്രമായി പ്രകടിപ്പിക്കുന്ന ചില മരിയൻ ഭക്തികൾ കത്തോലിക്കർക്കിടയിൽ ആശയക്കുഴപ്പം വിതയ്ക്കുന്നുണ്ടെന്ന് ഓർക്കേണ്ടതാണ്. ഏക മധ്യസ്ഥനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ മറിയത്തിൻ്റെ സ്ഥാനം വ്യക്തമാക്കിക്കൊണ്ടും മരിയൻ ഭക്തിയുടെ ശരിയായ അടിത്തറയെ കൂടുതൽ ആഴത്തിലാക്കുവാനും ഈ വാചകം ലക്ഷ്യമിടുന്നു. ഇത് കത്തോലിക്ക സ്വത്വത്തോടുള്ള അഗാധമായ വിശ്വസ്തതയെ അർത്ഥമാക്കുന്നു. അതേസമയം ഒരു പ്രത്യേക ഐക്യുമെനിക്കൽ ശ്രമവും ആവശ്യമാണ്. കോ റിഡംപെട്രിക്സ് എന്നതിനു പുറമെ മീഡിയാട്രിക്സ് അല്ലെങ്കിൽ എല്ലാ കൃപകളുടെയും മാധ്യസ്ഥ എന്നതിനെക്കുറിച്ചും ഈ രേഖയിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. മേരിയുടെ മാധ്യസ്ഥതയെക്കുറിച്ചുള്ള സഭാ പഠിപ്പിക്കലുകളെ ഈ പ്രസ്താവന വിശകലനം ചെയ്യുന്നു. എല്ലാ കൃപകളുടെയും മാധ്യസ്ഥ എന്ന് വിളിക്കുന്നതിനും പരിധികളുണ്ട്. മേരിയെ പരാമർശിക്കുന്നതിനായി മറ്റ് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുവാൻ ഡിക്കാസ്റ്ററി പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മറിയത്തിൻ്റെ മാതൃത്വത്തെ പരാമർശിക്കുന്ന സ്ഥാനപ്പേരുകൾ ദൈവമാതാവ്, ദൈവത്തിൻ്റെ വിശ്വസ്തരായ ജനങ്ങളുടെ അമ്മ എന്നിവ ഉൾപ്പെടെ ഈശോയുടെ മനുഷ്യാവതാരം മുതൽ കുരിശും പുനരുത്ഥാനവും വരെ മറ്റേതൊരു വിശ്വാസിയെയും മറികടക്കുന്ന വിധത്തിൽ മറിയം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു. മറിയത്തെ അവളുടെ പുത്രനായ യേശു ക്രിസ്തു ഒരു പ്രത്യേകവും മുൻകൂട്ടി കാണുന്നതുമായ രീതിയിൽ രക്ഷിച്ചു എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ അതുല്യമായ മഹത്വം
അവൾക്കു ലഭിച്ചതിലും ആത്മാവിനാൽ മറികടക്കപ്പെടാൻ അനുവദിക്കാനുള്ള അവളുടെ വിശ്വാസപരമായ സന്നദ്ധതയിലും ആണ് എന്ന് ഈ പ്രമാണരേഖ വിശദീകരിക്കുന്നു. ക്രിസ്തുവിന് സമാന്തരമായി മറിയത്തിന് സജീവമായ കാര്യങ്ങൾ നാം നൽകാൻ ശ്രമിക്കുമ്പോൾ അവളുടേതായ അതുല്യമായ സൗന്ദര്യത്തിൽ നിന്ന് നമ്മൾ അകന്നുപോകുന്നു എന്ന് പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നു. സഹരക്ഷക എന്ന പദവും ആയി ബന്ധപ്പെട്ട് മരിയ ശാസ്ത്രത്തിലെ വിദഗ്ധരായ സഭാപണ്ഡിതർ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ആണ് സ്വീകരിച്ചിട്ടുള്ളത്. മറിയത്തോടുള്ള ഭക്തിയുടെ പ്രാധാന്യം പെരുപ്പിച്ചു കാണുകയോ കുറച്ചു കാണുകയോ ചെയ്യുന്നത് ഒഴിവാക്കുവാൻ കത്തോലിക്ക വിശ്വാസികളെ സഹായിക്കുക എന്നതാണ് ഈ പ്രമാണരേഖയുടെ ഉദ്ദേശം. സ്നേഹമുള്ളവരെ, മറിയത്തിൻ്റെ സഹരക്ഷക, സാർവത്രിക മാധ്യസ്ഥ എന്നീ വിശേഷ പദങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖയെക്കുറിച്ചാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വത്തിക്കാൻ ന്യൂസ് ഏജൻസി ആണ്. ആദിമകാലം മുതലേ സഭ പഠിപ്പിക്കുന്ന വിശ്വാസം ഈശോയെ മാത്രമാണ് നാം ആരാധിക്കുവാൻ പാടുള്ളൂ എന്നാണ്. മറിയവും യൗസേപ്പിതാവും മറ്റു വിശുദ്ധന്മാരും ഒക്കെ വണക്കത്തിന് ഏറ്റവും യോഗ്യതയുള്ളവരാണ്. അവരോട് പ്രാർത്ഥിക്കാം. എങ്കിലും അനുഗ്രഹവും കൃപാവരങ്ങളും എല്ലാം നൽകുന്നത് യേശുക്രിസ്തുവാണ്. ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ എന്ന് ആണ് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് യേശുക്രിസ്തുവിനോട് ആരും പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും നൊവേനകളും മറ്റു പ്രാർത്ഥനകളും ഒക്കെ നൽകുന്നത് വിശുദ്ധന്മാർക്കും മറിയത്തിനും ഒക്കെയാണ്. എന്നാൽ ഈശോയ്ക്കാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.